ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം സംഖ്യാപുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ഈ അധ്യായങ്ങൾ ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിലെ ഒരു പ്രധാന വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നു. ഇതുവരെ ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ അധ്യായങ്ങളിൽ മനുഷ്യഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ, അതായത് പിറുപിറുപ്പ്, അവിശ്വാസം, ഭയം, അസൂയ, ദൈവത്തിൻ്റെ നടത്തിപ്പിനെതിരായ കലഹം എന്നിവ വെളിവാക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ബലഹീനതയോടൊപ്പം ദൈവത്തിൻ്റെ കരുണയും സഹനവും വിശുദ്ധിയും വിശ്വസ്തതയും നാം കാണുന്നു. ഇസ്രായേൽ ജനം അവരുടെ കഷ്ടതകളെക്കുറിച്ച് പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം അത്ഭുതകരമായി അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചിട്ടും അവർ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ അസന്തുഷ്ടരായി. അവർ മന്നയിൽ മടുത്തു. ഈജിപ്തിൽ തങ്ങൾ ഭക്ഷിച്ച മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, വെളുത്തുള്ളി എന്നിവയെ ആഗ്രഹിക്കാൻ തുടങ്ങി. അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്കല്ല, പിന്നോട്ടാണ് തിരിഞ്ഞത്. ഇത് യഹോവയ്ക്ക് അനിഷ്ടമായി. ദൈവം അവരെ ഉപേക്ഷിച്ചിരുന്നില്ല, എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല. പിറുപിറുപ്പ് അവിശ്വാസത്തിൻ്റെ അടയാളമായി മാറി. അവർ ഈജിപ്തിലെ അടിമത്തം മറന്നു. താൽക്കാലിക സുഖങ്ങൾ മാത്രമാണ് ഓർത്തത്. ജനത്തെ നയിക്കുന്ന ഭാരത്തിൽ മോശയും ക്ഷീണിതനായി. തൻ്റെ ബലഹീനതയിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശയോടൊപ്പം ചുമതല വഹിക്കേണ്ടതിന് 70 മൂപ്പന്മാരെ നിയമിക്കുകയും അവരുടെ മേൽ തൻ്റെ ആത്മാവിനെ നൽകുകയും ചെയ്തു. ജനങ്ങളുടെ മോഹം നിറവേറ്റുവാൻ ദൈവം കാടപ്പക്ഷികളെ സമർത്ഥമായി അയച്ചതും ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ന്യായവിധി വന്നു. കാരണം അവരുടെ ഹൃദയം നന്ദിയാൽ അല്ല, ദ്രവ്യ ലോഭത്താലും കലഹത്താലും നിറഞ്ഞിരുന്നതുകൊണ്ടാണ്. സംഖ്യാപുസ്തകം 11 നമ്മെ പഠിപ്പിക്കുന്നത് പുറമേ ഉള്ള വിടുതൽ മാത്രം ഉള്ളിലെ ഹൃദയത്തെ മാറ്റുന്നില്ല എന്നതാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിനെ ശാരീരികമായി വിട്ടെങ്കിലും അവരുടെ ഹൃദയം ആത്മീയമായി ഈജിപ്തിനെ വിട്ടിരുന്നില്ല. ഇന്നും അനേകം വിശ്വാസികൾ ഇതേ പോരാട്ടം അനുഭവിക്കുന്നു. ദൈവം രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അസന്തോഷവും താരതമ്യബോധവും പിറുപിറുപ്പിലേക്ക് നയിക്കുന്നു. ദൈനംദിന പരിപാലനത്തിന് ദൈവത്തോട് നന്ദി പറയുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങളിലാണ് പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശുശ്രൂഷയുടെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കരുതെന്നും ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നു. മോശയ്ക്ക് ചുമതല മറ്റുള്ളവരുമായി പങ്കിടുവാൻ ദൈവം അനുവദിച്ചു. ആത്മീയ നേതൃത്വത്തിന് വിനയവും ദൈവാശ്രയവും വിശ്വസ്തരായ വിശ്വാസികളോടുള്ള കൂട്ടായ്മയും ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ അനേകം ക്രിസ്ത്യാനികൾ പ്രയാസ സമയങ്ങളിൽ പഴയ ജീവിതത്തെയോ ലോകസുഖങ്ങളെയോ പാപശീലങ്ങളെയോ തിരിഞ്ഞു നോക്കുവാൻ പ്രലോഭിതരാകുന്നു. എന്നാൽ ആത്മീയ പക്വത എന്നത് മരുഭൂമിയിലും ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. മന്ന ദൈവത്തിൻ്റെ ദൈനംദിന പരിപാലനത്തെ പ്രതിനിധീകരിക്കുന്നു. ചിലപ്പോൾ ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നതല്ല, ആവശ്യമുള്ളതാണ് നൽകുന്നത്. വിശ്വാസം അവൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. പിറുപിറുപ്പ് ആത്മീയ ദർശനത്തെ ദുർബലമാക്കുന്നു. നന്ദി വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. 12-ാം അധ്യായത്തിൽ മോശയുടെ ഭാര്യയായ കൂശ്യ സ്ത്രീയെക്കുറിച്ച് മിര്യാമും അഹരോനും മോശയ്ക്കെതിരെ സംസാരിച്ചു. എന്നാൽ അവരുടെ വിമർശനത്തിൻ്റെ പിന്നിൽ അസൂയയും അഹങ്കാരവും ഉണ്ടായിരുന്നു. ദൈവം മോശയിലൂടെ മാത്രം സംസാരിക്കുന്നത് എന്തെന്ന് അവർ ചോദിച്ചു. തങ്ങളും ആത്മീയമായി പ്രധാനപ്പെട്ടവരാണെന്ന് അവർ സൂചിപ്പിച്ചു. കർത്താവ് തന്നെയാണ് മോശയെ പ്രതിരോധിച്ചത്. പ്രവാചകന്മാരോട് താൻ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സംസാരിക്കുമ്പോൾ മോശയോടോ മുഖാമുഖം സംസാരിക്കുന്നുവെന്ന് ദൈവം പ്രഖ്യാപിച്ചു. മോശെ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായി വിശേഷിപ്പിക്കപ്പെട്ടു. മിര്യാമിൻ്റെ കലഹം കാരണം അവൾക്ക് കുഷ്ഠം ബാധിച്ചു. അഹരോൻ ഉടൻ തന്നെ അവരുടെ പാപം മനസ്സിലാക്കി. മോശ അവളുടെ സൗഖ്യത്തിനായി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. ദൈവം മിര്യാമിനെ സൗഖ്യമാക്കിയെങ്കിലും അവൾ 7 ദിവസം പാളയത്തിന് പുറത്ത് കഴിയേണ്ടി വന്നു. ശേഷം അവൾ വീണ്ടും ഉൾക്കൊള്ളപ്പെട്ടു. ഈ അധ്യായം ആത്മീയ അസൂയ, അഹങ്കാരം, ദൈവം നിയമിച്ച നേതൃത്വത്തിനെതിരായ വിമർശനം എന്നിവയുടെ അപകടം വെളിപ്പെടുത്തുന്നു. മിര്യാമും അഹരോനും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരായിരുന്നു. എങ്കിലും അവർ തങ്ങളുടെ വിളിയിൽ അസന്തുഷ്ടരായി. ദൈവത്തിൻ്റെ ക്രമത്തെ മാനിക്കുന്നതിന് പകരം താരതമ്യം കലഹത്തിലേക്ക് നയിച്ചു. മോശയുടെ പ്രതികരണവും ശക്തമാണ്. അവൻ കോപത്തോടെ സ്വയം പ്രതിരോധിച്ചില്ല. അവൻ്റെ വിനയം ദൈവത്തെ അവനുവേണ്ടി പ്രവർത്തിക്കാൻ അനുവദിച്ചു. മിര്യാം അവനെ എതിർത്ത ശേഷവും മോശ അവളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിലും താരതമ്യവും അസൂയയും ബന്ധങ്ങളെയും ശുശ്രൂഷകളെയും സഭകളെയും തകർക്കുന്നു. ദൈവം ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളിയും ഉത്തരവാദിത്വവും നൽകുന്നു. ആത്മീയ പക്വത എന്നത് സ്ഥാനമോ പ്രശസ്തിയോ അന്വേഷിക്കാതെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നതാണ്. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണമെന്നും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അഹങ്കാരത്തിലും അപവാദത്തിലും കലഹത്തിലും പറയുന്ന വാക്കുകൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും
പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായി വിനയത്തിൻ്റെ സൗന്ദര്യം നാം ഇവിടെ കാണുന്നു. യഥാർത്ഥ ആത്മീയ അധികാരം സ്വയം ഉയർത്തുന്നതിൽ നിന്നല്ല, ദൈവത്തോടുള്ള അടുപ്പത്തിൽ നിന്നാണ് വരുന്നത്. 13-ാം അധ്യായത്തിൽ കനാൻ ദേശത്തേക്ക് 12 പേരെ ദേശം ഉറ്റുനോക്കുന്നതിനു വേണ്ടി അയക്കുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ആ ദേശം സമൃദ്ധവും ഫലഭൂയിഷ്ടവുമായിരുന്നു. അതിൻ്റെ സമൃദ്ധിയുടെ തെളിവായി അവർ വലിയ മുന്തിരിക്കുല പോലും കൊണ്ടുവന്നു. എന്നാൽ ഉറ്റുനോക്കുവാൻ പോയവരിൽ 10 പേർ തടസ്സങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉറപ്പുള്ള പട്ടണങ്ങളെയും ശക്തരായ ശത്രുക്കളെയും ഭീമന്മാരെയും അവർ കണ്ടു. ഭയം വിശ്വാസത്തെ കീഴടക്കി. ഇസ്രായേലിന് ദേശം കീഴടക്കാൻ കഴിയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. എന്നാൽ കാലേബും യോശുവയും വ്യത്യസ്തമായി പ്രതികരിച്ചു. അവർ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ മല്ലന്മാരെ കണ്ടപ്പോൾ കാലേബും യോശുവായും ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടു. ദുഃഖകരമായി ജനങ്ങൾ കാലേബിൻ്റെയും യോശുവായുടെയും വിശ്വാസപൂർണ്ണ സാക്ഷ്യത്തെക്കാൾ 10 പേരുടെ നിരുത്സാഹ റിപ്പോർട്ടിലാണ് വിശ്വസിച്ചത്. ഈ അധ്യായം കാഴ്ചയാൽ നടക്കുന്നതും വിശ്വാസത്താൽ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മെ പഠിപ്പിക്കുന്നു. ഒറ്റുനോക്കുവാൻ പോയ 12 ചാരന്മാരും ഒരേ ദേശം കണ്ടു. എങ്കിലും അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാരണം അവർ അതിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചു. ഭയം ശത്രുവിനെ വലുതാക്കി, വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്തി. വിജയം മനുഷ്യശക്തിയിലല്ല, ദൈവ സാന്നിധ്യത്തിലാണെന്ന് കാലേബും യോശുവായും മനസ്സിലാക്കി. ഇന്നത്തെ വിശ്വാസികളും മല്ലന്മാരെ നേരിടുന്നു. ഭയം, അനിശ്ചിതത്വം, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ, എതിർപ്പുകൾ, ആത്മീയ പോരാട്ടങ്ങൾ. മനുഷ്യബുദ്ധി പലപ്പോഴും ഇത് അസാധ്യമാണ് എന്ന് പറയുന്നു. എന്നാൽ വിശ്വാസം ദൈവം അതിലും വലിയവൻ എന്ന് പറയുന്നു. ലോകം ഭയവും നിരുത്സാഹവും പരത്തുമ്പോൾ, സാഹചര്യങ്ങൾ പ്രയാസകരമായാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നിലകൊള്ളുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായം നമ്മോട് ചോദിക്കുന്നു, നാം ഭയത്തിൻ്റെ ശബ്ദമോ വിശ്വാസത്തിൻ്റെ ശബ്ദമോ കേൾക്കുന്നത്? ഈ അധ്യായങ്ങൾ ചില പ്രധാന ദൈവശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യ സ്വഭാവം പാപത്താലും അവിശ്വാസത്താലും ആഴത്തിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവജനങ്ങൾ പരാജയപ്പെട്ടാലും ദൈവം വിശ്വസ്തനായി നിലകൊള്ളുന്നു. നേതൃത്വം ദൈവം നൽകുന്ന വിശുദ്ധ ഉത്തരവാദിത്വമാണ്. സ്വയം ഉയർത്തലിനേക്കാൾ വിനയമാണ് മഹത്തരമായുള്ളത്. വിശ്വാസം ദൃശ്യ സാഹചര്യങ്ങൾക്ക് അതീതമായി കാണുന്നു. പുറമേയുള്ള മതാചാരങ്ങളെക്കാൾ വിശ്വാസവും അനുസരണവും ദൈവം ആഗ്രഹിക്കുന്നു. ഈ അധ്യായങ്ങൾ ക്രിസ്തുവിനെയും ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തു മോശയേക്കാൾ മഹത്തായ പരിപൂർണ നേതാവാണ്. മരുഭൂമിയിലെ ഇസ്രായേലിനെ പോലെ അല്ലാതെ ക്രിസ്തു പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചു. ആത്മാവിൻ്റെ ആഴത്തിലുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്ന സ്വർഗീയ അപ്പമാണ് അവൻ. പിറുപിറുപ്പും ഭയവും ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ദുർബലമാക്കുന്നുണ്ടോ? ഞാൻ മാനുഷിക കാഴ്ചപ്പാടിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്താലോ? ഭയം മല്ലന്മാരിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയിലേക്കും സാന്നിധ്യത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.